തമിഴ്നാട്ടിൽ തിരുവള്ളൂരിന് സമീപം ഗുഡ്സ് ട്രെയിനിന് തീ പിടിച്ച ഒരു അപകടമുണ്ടായിട്ടുണ്ട്. ചെന്നൈയിൽ നിന്നും ഇന്ധനവുമായി ജോലാർപേട്ടിലേക്ക് പോകുന്ന ട്രെയിനിനാണ് പൊട്ടിത്തെറി ഉണ്ടായത്. കിലാഫ് അഹമ്മദ് ഉണ്ട് നമുക്കിപ്പം. കിലാഫെ, ഗുഡ് മോർണിംഗ്. ഇതെന്താണ് കിലാഫ് സംഭവം? എപ്പോഴായിരുന്നു? എന്താണ് അറിയാൻ കഴിയുന്ന അപ്ഡേറ്റുകൾ? എന്തെങ്കിലും കാഷ്വാലിറ്റീസോ കാര്യങ്ങളൊക്കെ ഉണ്ടോ? സേതു, ഇന്ന് രാവിലെ, ഇന്ന് പുലർച്ചെയാണ് അപകടമുണ്ടായിരുന്നത്. ഇതിൽ ഇപ്പോൾ പരിക്കുകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. തമിഴ്നാട്ടിൽ നിന്ന് ജോലാർപേട്ടിലേക്ക് പോകുന്ന ഗൂഡ്സ് ട്രെയിനിനാണ് ഇപ്പോൾ തീ പിടിച്ചിരിക്കുന്നത്, പൊട്ടിത്തെറി ഉണ്ടായിരുന്നത്. പിന്നെ കൂടാതെ ഇതിൽ നമുക്ക് പറയേണ്ടത് ഏറ്റവും അവസാനമായി ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ചിട്ട് നിരവധി ട്രെയിനുകൾ, പാസഞ്ചർ ട്രെയിനുകൾ ഉൾപ്പെടെ പിടിച്ചിട്ടിരിക്കുകയാണ്. കർണാടകയിൽ ചെന്നൈ സെൻട്രലിൽ നിന്ന് കർണാടകയിലേക്കുള്ള ട്രെയിനുകൾ താറുമാറായി ഇട്ടിരിക്കുന്നുണ്ട്. കൂടാതെ തിരുവള്ളൂർ SP ശ്രീനിവാസ പെരുമാൾ നേരിട്ടെത്തിയാണ് സ്ഥിതിഗതികൾ വിലയിരുത്തുന്നുള്ളത്. കൂടാതെ സുരക്ഷ ഒരുക്കുന്ന എല്ലാം SP നേതൃത്വത്തിൽ ഇപ്പോൾ പുരോഗമിക്കുന്നുണ്ട്. SP പറയുന്നതനുസരിച്ചിട്ട് ഇപ്പോൾ SP പറയുന്നതനുസരിച്ച് നമ്മൾക്ക് പറയാൻ പറ്റുന്നത് ഈ സ്ഥലങ്ങളിലേക്ക് കൂടുതൽ ആളുകൾ ഈ പൊട്ടിത്തെറി കാണാനായി എത്തരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ എല്ലാ സുരക്ഷയും ഒരുക്കിയിട്ടുണ്ട്, സുരക്ഷാ മുന്നൊരുക്കങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ തുടരുകയാണ്. 10ലധികം ഫയർഫോഴ്സ് യൂണിറ്റുകളാണ് ഇപ്പോൾ ഈ ഒരു സ്ഥലത്തേക്ക് എത്തിയിരിക്കുന്നത്, തിരുവള്ളൂരിലേക്ക് എത്തിയിരിക്കുന്നത്. ഇന്ധനം നിറച്ച ട്രെയിനാണ്, ഗൂഡ്സ് ട്രെയിനാണ് പൊട്ടിത്തെറിയിൽ ഉണ്ടായിരുന്നത്. നിരവധി ട്രെയിനുകളാണ് ഈ ഒരു പൊട്ടിത്തെറി കാരണം പിടിച്ചിട്ടിരിക്കുന്നത്. ആർക്കും പരിക്കുകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. നമുക്ക് ഏറ്റവും അവസാനമായി ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ചിട്ടാണ് ഇപ്പോൾ നമ്മൾ പറയുന്നുള്ളത്. ആർക്കും പരിക്കുകളൊന്നും ലഭിച്ചിട്ടില്ല. SP നേരിട്ടെത്തിയാണ് സുരക്ഷാ മുന്നൊരുക്കങ്ങൾ നിയന്ത്രിക്കുന്നുള്ളത്. 10ലധികം ഫയർഫോഴ്സ് യൂണിറ്റുകളാണ് ഇപ്പോൾ നിലവിൽ സ്ഥലത്തെത്തിയിരിക്കുന്നത്. സേതു, ഓക്കെ കിലാഫെ, തമിഴ്നാട്ടിലെ തിരുവള്ളൂരിന് സമീപമാണ് ഗുഡ്സ് ട്രെയിന് തീ പിടിച്ചത്. അതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണുന്നത്. ഒരുപാട് ട്രെയിൻ സർവീസുകൾ വൈകുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ കിലാഫിൻ്റെ വാക്കിൽ നിന്ന് മനസ്സിലാവുന്നത്.